ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നാളെ എൻ്റെ ആനുവൽ ഡേ ആണ്. ഞാൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അരങ്ങേറ്റം. ഇതിൻ്റെ മൂന്നാമത്തെ ഡാൻസ് ക്ലാസ്സിൽ ആനുവൽ ഡേ ആണ്. നാളെയാണ് അതിൻ്റേതായ കുറച്ച് ഡ്രസ്സും ഒക്കെയാണ് ഞാൻ കാണിക്കാൻ പറ്റുന്നത്. നമുക്ക് ഡ്രസ്സൊക്കെ കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കല്യാണം നോക്കേണ്ട വേറെ കാര്യമാണ്. അപ്പം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കണം. നാളെയാണ്. ആദ്യമായിട്ട് തന്നെ എൻ്റെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വൈറ്റ് ലെഗീൻസ്, ഒരു സ്കിൻ കളർ ലെഗീൻസ് വേണമെന്ന്. ആ ലെഗീൻസ് ഒന്ന് പിന്നെ നമ്മുടെ തീർപ്പൻ ശരിക്കും പറഞ്ഞാൽ നാളെ വടയാണ് കെട്ടേണ്ടത്. ചിലപ്പോൾ വേണ്ടി വരും. പിന്നെ 2 വട എടുത്തിട്ടുണ്ട്. പിന്നെ ചരട് എന്തായാലും അത്യാവശ്യമാണ്. പിന്നെ പൂ, ഇതെല്ലാം അരങ്ങേറ്റത്തിന് ഓർണമെന്റ്സ് ആണ്. അതൊക്കെ നമുക്ക് സ്വന്തമാണ്. എല്ലാം ഓരോ ഡാൻസിന് വരുന്നു. ഇതിനകത്ത് ആ ഓർണമെന്റ്സ് ഞാൻ ലാസ്റ്റ് കാണിച്ചില്ല. ഇപ്പൊ ഇതിനകത്തിരിക്കുന്ന ശരിക്കും പറഞ്ഞ ഇതിനകത്തൊരു വള ഉണ്ട്. പക്ഷെ സാറ് പറഞ്ഞു ബ്ലൂ ഡ്രസ് ആയതുകൊണ്ട് ബ്ലൂ വള മേടിക്കണമെന്ന്. പിന്നെ ആ കുറച്ച് പിൻസും ഗ്രൂപ്പിനും ഒക്കെ ഉണ്ട്. പിന്നെ സെറ്റിപ്പിനുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തുണ്ടെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് അമ്മയോട് ഞാൻ പുതിയത് മേടിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പം ആവശ്യം വന്നാൽ എടുക്കാം. ഇത് നോർമൽ പിൻ, പിൻ, കുറച്ച് സെറ്റിപ്പിൻ, പിന്നെ ചരട്. ഇത്രയാണ് ഇതിനകത്തുള്ളത്. പിന്നെ എൻ്റെ ചിലങ്കയാണ്. പക്ഷെ സാറ് പറഞ്ഞ ചിലങ്ക വേണമെന്ന് ആവശ്യം വന്ന് എടുക്കാം. പിന്നെ ഡ്രസ്സാണ്. ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെച്ചോണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പം ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ ഇതൊക്കെ തുറന്നു വെച്ചേക്കാം. ഇത് ബ്ലൗസാണ്. ഇത് ഇതുപോലായിട്ട് ഇങ്ങനെ കെട്ടുന്നതാണ്. ഇത്രയും ഞാൻ കാണിക്കുന്നുള്ളൂ. നാളെ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നത് കാണാം. അപ്പം ഇത് കാണാം. ഇനി നമുക്ക് ഓർണമെന്റ്സ് ഈ പെട്ടിക്കകത്താണ് എല്ലാ ഓർണമെന്റ്സും. അപ്പം ഇത് ഫുൾ അരങ്ങേറ്റത്തിന്റെ ഓർണമെന്റ്സ് ആണ്. ഇങ്ങനത്തെ ഒരു മാലയുണ്ട്, നെക്ലേസ്. ഇതിനകത്ത് എല്ലാ ഓർണമെന്റ്സ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. ചിലത് പറഞ്ഞോളൂ. പിന്നെ എനിക്ക് ചെറിയ സംശയമുണ്ട് ചിലത് വേണോ. പിന്നെ എല്ലാം കൊണ്ടുപോകാം. പിന്നെ ഈ വള ഒന്നും വേണ്ട. അതിനൊരു ബ്ലൂ വള എടുത്തേക്കുന്നു. പിന്നെ അരപ്പട്ട. ഇത് ഡാൻസ് ക്ലാസ്സിൽ തന്നത് നെക്സ്റ്റ് മാത്രം തിരിച്ചു കൊടുക്കും. ഈ സൂര്യനും ചന്ദ്രനും വേണമെന്നാ പറഞ്ഞേ. പിന്നെ മൂക്കിൽ ഇത് ആദ്യമേ അരങ്ങേറ്റത്തിന് തന്നപ്പോ തന്നെ വേണ്ട, എക്സ്ട്രാ വെച്ചേന്നാണ്. ഇത് വലിയ മാല. ഇത് ഇങ്ങനെ എന്റെ പേരെനിക്കറിയാം. ഇത് നമ്മള് കമ്മലിന്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്ന. അപ്പം ഇത്രയുമാണ് എൻ്റെ ഡ്രസ്സും ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ. അപ്പം നാളെ എൻ്റെ ഡാൻസിന്റെ വീഡിയോ ഒക്കെ ഇതിൻ്റെ കൂട്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. നാളെയാണ്. രാവിലെ 6:30 മേക്കപ്പിന് പോകും. പിന്നെ വൈകിട്ട് അതറിയത്തില്ല. നമ്മൾ അവിടെ ചെന്ന് മേക്കപ്പിൻ്റെ സ്ഥലത്ത് ചെന്ന് ലിസ്റ്റ് നോക്കിയിട്ട് വേണം സമയം എത്രയാണ് നോക്കാൻ. അപ്പം നാളെയാണ് എൻ്റെ ഡാൻസ്. നമുക്ക് നാളെ കാണാം. അപ്പം ഇത്രയുള്ള എൻ്റെ ഓർണമെന്റ്സും ഡ്രസ്സും ഒക്കെ. നാളെ 6 മണിക്ക് പോകും. അത് അമ്മ കൊണ്ടുവിടും. പക്ഷെ അമ്മ അവിടെ കാണുമെങ്കിൽ അമ്മയ്ക്ക് മേക്കപ്പിന്റെ സ്ഥലത്തോട്ട് കയറ്റി വീഴാൻ പറ്റത്തില്ല. അപ്പൊ പറ്റുവാണെങ്കിൽ ഞാൻ വീടിൻ്റെ അങ്ങോട്ട് വരാം. അപ്പം നാളെ ഡാൻസിന്റെ വീഡിയോ ഒക്കെ ഇടും. ഡാൻസ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ നേരത്ത് നമ്മളെ ഡ്രസ്സും എല്ലാം കാണിക്കുന്നതായിരിക്കും. ഹലോ ഗായ്സ്, ഇപ്പം സമയം 6:15. അപ്പം രാവിലെ
അവരൊക്കെ എണ്ണിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത്, അതുകൊണ്ട് ചിലപ്പം ഇത് കാണും. ഇപ്പം ക്യാമറമാൻ ഉറക്കമാണ്. അപ്പം നമുക്ക് മേക്കപ്പിൻ്റെ സ്ഥലത്ത് വെച്ച് കാണാം. जगज्जालपालं गजत्कण्ठमालं शरचन्द्रभालं महादैत्यकालं नभोनीलकायं दुरावारमायं सुपद्मासहायं. എൻ്റെ ഡാൻസ് എല്ലാം കഴിഞ്ഞു. നാലാമത്തെ ഡാൻസ് ആയിരുന്നു. പെട്ടെന്നായിരുന്നു. ഈ ഡാൻസിൻ്റെ കൂട്ടത്തിൽ ഡാൻസ് വെക്കുന്നതായിരിക്കും. ഇപ്പം ഡാൻസ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം സൗണ്ട് ഇച്ചിരി കുറവുണ്ടാകുന്ന വെച്ചാൽ ഇവിടെ ഫുള്ള് തിക്കും തിരക്കുമാണ്. അതുകൊണ്ടാണ് ചിലപ്പം പറയുന്ന ക്ലിയർ ആകത്തില്ല. ഇപ്പം നിങ്ങൾ ഡാൻസ് കണ്ടല്ലോ. सदाम्भोदिवासं गलत्पुष्पहासं जगत्सन्निवासं शतादित्यभासं गदाचक्रशस्त्रं लसद्दीप्तवस्त्रं हसच्चारुवक्त्रं भजेऽहं. सारं जलान्तर्विहारं धारावारवारं चिदानन्दरूपं मनोज्ञस्वरूपं धृतानेकरूपं भजेऽहं भजेऽहम्. जराजन्महीनं परानन्ददीनं समाधानलीनं सदैवानवीनं जगज्जन्महेतुं सुरानीककेतुं त्रिलोकैकसेतुं भजेऽहं भजेऽहं. कृताम्नायगानं करदेशयानं विमुक्ते. അപ്പോൾ ഗായ്സ് എൻ്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു. ഡ്രസ്സും ഓർണമെൻറ്റ്സും മേക്കപ്പും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മേക്കപ്പ് കണ്ണിലേക്ക് താഴത്തെ മാത്രം ചെറുതായിട്ടൊന്ന് പോകാനുണ്ട്. അതുകൊണ്ട് ഇതുണ്ട്. അപ്പോൾ ഗായ്സ് ക്യാമറമാൻ ഒന്നും വരാൻ പറ്റില്ല. എന്താ വെച്ചാൽ എൻ്റെ ഡാൻസ് നാലാമതായതുകൊണ്ട് രാവിലെയായിരുന്നു. അപ്പോൾ അമ്മയായിരുന്നു വന്നത്. ഇവർക്ക് പെട്ടെന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അമ്മയായിരുന്നു വീഡിയോ കേട്ടത്. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഡാൻസ് കളിച്ചതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ്. എന്നിട്ട് എന്താ വെച്ചാൽ ഇത് തന്നെ കുറേ ഉണ്ട്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഡാൻസ് ഫുൾ ഇട്ടവർക്ക് കണ്ടിരിക്കാനും പറ്റത്തില്ല. പിന്നെ അത് വലുതായി ഇപ്പം തന്നെ 20 ഉണ്ട്. എൻ്റെ കൂട്ടത്തിൽ ഇത് കൂടിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഇടാനെ. പിന്നെ ഞാൻ നടക്കാണിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് താഴെ വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.